ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. കാഴ്ചയിൽ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായി തോന്നുന്ന ഈ കൊഴുക്കട്ട രുചിയിലും വളരെ വ്യത്യസ്തം തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് എങ്ങനെ ഉണ്ടാക്കി എടുത്തതാണെന്ന്. കുട്ടികൾക്കാണെങ്കിലും ഇത് കാണുമ്പോഴത്തേക്ക് ഈ കൗതുകം കൊണ്ട് തന്നെ അവരിത് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്യത്യസ്തമായ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അളവിൽ അപ്പം ഇടിയപ്പം ഒക്കെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അളവ് വേണം അത്രത്തോളം അളവിലുള്ള പൊടി എടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അത് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി. ഈ നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് ഇതിന് എക്സ്ട്രാ ഒരു രുചിയും പിന്നെ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് പൊടിയെ. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2 മുതൽ 2.5 കപ്പ് വരെയുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഓരോ പൊടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായതുകൊണ്ട് നമുക്കിതൊന്നും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി എന്തായാലും ഇത് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെയായി വെള്ളം ചേർത്ത് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറി വരുമ്പോഴത്തേക്ക് ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ഏകദേശം ഒന്ന് മാറി ഞാനിത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ നമ്മുടെ കൊഴുക്കട്ടയെ വ്യത്യസ്തമാക്കുന്ന ആ ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് സാധാ ബസുമതി റൈസിൻ്റെ അരിയാണ്, അതായത് ബിരിയാണിക്ക് എടുക്കുന്ന അരി. അത് നമ്മൾ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് അളവിലെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഇതിനി നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് കുതിർത്ത് വെക്കണം. അതിനുശേഷം ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കാം നമുക്കിത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വളരെ ചെറുതായിട്ട് ചേർത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ കുറച്ചൊന്ന് നേരം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ച ശർക്കരയാണ്. ഈ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് അകത്ത് ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയുടെ ഏകദേശം അളവൊക്കെ കണ്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഈ ശർക്കരയും തേങ്ങയും ഒക്കെ നമ്മൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് സമയം ഇട്ട് നമ്മളങ്ങ് ഇത് ഉണക്കി കളയണ്ട, ഇത്ര അളവിൽ മതി. ഇതിൽ നിന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ആ സമയം ഞാൻ ആ ഫില്ലിങ് നമുക്ക് എത്രത്തോളം കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു അളവ് കണ്ട് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് ഇതുപോലെ ബോളായിട്ട് നമുക്ക് ഉരുട്ടി വെക്കുകയാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കുന്ന സമയം നമുക്ക് കൊഴുക്കട്ടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കളറൊന്നും മാറാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലൊരൽപ്പം എണ്ണ തൂത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട അളവിലുള്ള മാവ് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചെറുതായിട്ട് നമുക്ക് വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫില്ലിങ് പുറത്തൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ നമുക്കിത് റൗണ്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾസ് ആക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ രീതിയിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെന്ത് വരുന്ന സമയത്ത് അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് കളറൊന്നും ചേഞ്ചൊന്നും ആവാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ രീതി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് വരാം ഇനി. അപ്പം നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഇവിടെ നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ട നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന ആ ബസ്മതി റൈസിലിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ ജസ്റ്റ് ഇതിലിങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അരിയെല്ലാം അതിൽ നന്നായിട്ട് പറ്റി പിടിക്കുന്നതാണ്. ഇനി അങ്ങനെ പറ്റി പിടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് അരി കയ്യിലെടുത്തിട്ട് ഇത് നന്നായിട്ട് കയ്യിലിട്ടൊന്ന് ബോളാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കതിൽ പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ നമ്മൾ ഇപ്പം ഞാൻ അരി ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അപ്പച്ചമ്പിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു വാഴയില വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഓരോന്നായിട്ട് എടുത്തു വെച്ച് കൊടുക്കുക. നമ്മളിത് അധികം മുട്ടിച്ച് വെക്കാതിരിക്കുക. ഇച്ചിരി സ്പേസ് ഇട്ട് എല്ലാം എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതായി വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നമുക്ക് പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയോ ഒന്നും തന്നെ തോന്നുന്നില്ലായിരിക്കും. ഇത് കുക്കായി വരുന്ന സമയത്ത് കാണാൻ വളരെ വ്യത്യസ്തമാണ്. അപ്പം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇത് കാണാനായിട്ട് തന്നെ. അതുപോലെ തന്നെ രുചിയും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനിയും കാണാം. നമ്മുടെ കൊഴുക്കട്ട കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നമുക്ക് ആ പുറമേയുള്ള അരിയൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ അരിയൊക്കെ ഒന്ന് ഒരുപാട് ഓവർ കുക്കഡും അല്ല, എന്നാൽ അത്യാവശ്യം ആ അരി വെന്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇത് കഴിക്കുന്ന സമയത്തും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റുമാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപോലെ ഉണ്ടാക്കാതെ വളരെ വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ വിനായക ചതുർത്ഥിയൊക്കെ കഴിഞ്ഞ സമയമല്ലേ, അപ്പം മോദകമൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്. മോദകമൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ കൊഴുക്കട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ അവർ ഉറപ്പായിട്ടും ഇത് കഴിക്കുന്നതായിരിക്കും. മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെയധികം ഇഷ്ടമാവും. ഞാനും ഫസ്റ്റ് ടൈം ഇത് വീഡിയോയിൽ കണ്ടപ്പം ഇതിൻ്റെ ഈ ലുക്ക് കണ്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനും തീരുമാനിച്ചത്. ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ആ വെളിയിലെ ആ അരിയുടെ ഓവറായിട്ട് അത് കുക്കായിട്ടൊന്നുമില്ല. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ രീതിയിലുള്ള കൊഴുക്കട്ട കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളെപ്പോഴും ഒരു രീതിയിൽ ഉണ്ടാക്കാതെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുക. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി രീതിയിൽ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അകമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ കണ്ട അകമൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്യത്യസ്തമായ കൊഴുക്കട്ടയും ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.